എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് ഈ പ്രതിപക്ഷത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊരു പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം കുറെ സമയം പറയുന്നത് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞു സാർ. ഞാൻ കഴിഞ്ഞ സഭയില് ശബരിമല സ്വർണ്ണ കേസിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കേസിൽ പ്രതിയായ ആൾക്കാർ പോയതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും കോൺഗ്രസിന്റെ നേതാവോ പ്രതിപക്ഷ നേതാവോ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സാർ കെ ബാബു ആ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ അതുപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ അധ്യയന വർഷം 3 മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സാർ മുൻപ് പാഠപുസ്തകം ഇല്ലാത്തതിന്റെ പേരിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പരീക്ഷ എഴുതുകയും ഓണപരീക്ഷ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്നതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചവരാണ്. സാർ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇത് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം സാർ കേരളത്തിലെ 47 ലക്ഷം വീടുകളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ സാർ? പാവപ്പെട്ട കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണെന്നുള്ള കാര്യമല്ലേ സാർ പറയേണ്ടത്? സാർ അതുപോലെ സാർ 5 വർഷക്കാലം കഴിഞ്ഞല്ലോ സാർ. ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വകുപ്പുണ്ടല്ലോ സാർ. സാർ എന്തുകൊണ്ട് സാർ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു ആരോപണവും ഉന്നയിച്ച് ഈ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടി ധൈര്യമില്ലാത്തവരാണ് സാർ. സാർ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കാട്ടുകള്ളന്മാർ എങ്ങനെ പോയി എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ വിശദീകരിക്കുമെന്നാണ് സാർ ഞാൻ നോക്കുന്നത്. സാർ അതുപോലെ തന്നെ സാർ കോടതിയല്ലേ സാർ ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? കോടതിയല്ലേ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞത് എന്ത് ന്യായമാണുള്ളത് സാർ? ഇവർക്ക് എന്തുകൊണ്ട് ഈ കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെതിരായി മറ്റു ഉയർന്ന കോടതിയിൽ പോകുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയേണ്ടത് സാർ. ചോദ്യോത്തരം സഹകരിക്കണം പ്ലീസ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഒന്ന് ഈ ലാസ്റ്റ് സെഷൻ അല്ല പ്ലീസ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ചോദ്യോത്തരവുമായി പ്രതിപക്ഷം സഹകരിക്കാത്ത പക്ഷത്തിൽ ചോദ്യോത്തരം റദ്ദ് ചെയ്തിരിക്കുന്നു. ഉത്തരത്തിൽ തിരുത്ത്. ഓർഡർ 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ 8/10/2025 നക്ഷത്രത്തിനില്ലാത്ത ചോദ്യം നമ്പർ 3433 ഉത്തരത്തിൽ വന്ന തെറ്റ് തിരുത്തിക്കൊണ്ടുള്ള ബുദ്ധിക്ക് മറുപടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. മിനിസ്റ്റർ മിനിസ്റ്റർ ഉത്തരത്തിൽ തിരുത്ത്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ 18/9/2025 നക്ഷത്രത്തിനോടാത്ത 1209 നമ്പർ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ വന്ന തെറ്റ് തിരുത്തിക്കൊണ്ടുള്ള പുതുക്കിയ മറുപടി ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രിക്ക് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ 18/9/2021 നക്ഷത്ര ചിഹ്നമിടാത്ത 12,009 നമ്പർ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ വന്ന തെറ്റ് തിരുത്തിക്കൊണ്ടുള്ള പുതുക്കിയ മറുപടി ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ഓർഡർ പ്ലീസ്. ചരമോപചാരമാണ്. പ്ലീസ് ഒന്ന് ചെയറിലിരിക്കണം. പ്ലീസ് ചരമോപചാരമാണ്. ഓർഡർ പ്ലീസ്. എം മുരളി മുതിർന്ന കോൺഗ്രസ് നേതാവും മാവേലിക്കര മുൻ MLA യുമായിരുന്ന ശ്രീ എം മുരളി 2026 ഫെബ്രുവരി 5 അന്തരിച്ചു.
1991 മുതൽ 2011 വരെ തുടർച്ചയായി 4 തവണ മാവേലിക്കര നിയോജക മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. അദ്ദേഹം മണ്ഡലത്തിന്റെ വികസന ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചു. 1953 ഓഗസ്റ്റ് 3 ആലപ്പുഴ ജില്ലയിലെ ചെറുകോലിൽ KP മാധവൻപിള്ളയുടെയും VK രാജമ്മയുടെയും മകനാണ് അദ്ദേഹത്തിന്റെ ജനനം. KSU പ്രസ്ഥാനത്തിലൂടെ മുരളി രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് എത്തിയത്. 1969 KSU അംഗമായി പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി നിലയിൽ പ്രവർത്തിച്ചു. 80 KSU സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ക്യാമ്പസുകളിൽ തന്റെ പ്രസ്ഥാനത്തെ കരുത്തുറ്റതാക്കി. കണ്ണൂരിൽ നടന്ന തിരുവനന്തപുരത്തേക്ക് യൂത്ത് കോൺഗ്രസ് 1982 നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായി. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതി സംസ്ഥാന ചെയർമാനായും KPCC നിർവാഹക സമിതി അംഗമായും സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം മികച്ചൊരു അഭിഭാഷകൻ കൂടിയായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല